ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അത് രാവിലെ തന്നെ എണീച്ചിട്ട് അമ്മ മുറ്റത്ത് പൂക്കളിടാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കും എന്താ ഈ ഒരു സമയത്ത് പൂക്കളിടുന്നതെന്ന്. ഈ ഒരു സമയത്തല്ലാട്ടാ, ഇത് ഏകദേശം ഓഗസ്റ്റ് 31 എടുത്തിട്ടുള്ള വീഡിയോ ആണ്, ഓണത്തിന് മുൻപ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം സാഹചര്യമൊക്കെ കിട്ടിയത്. അമ്മ പൂക്കളിടുന്ന പരിപാടി അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അത് രാവിലെ ഏകദേശം ഒരു 6 മണി സമയമാണിപ്പോൾ. ഇന്ന് എനിക്ക് രാവിലെ തന്നെ നേരത്തോട് കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഇപ്പോൾ ഞാൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി അതിനുശേഷം നമ്മൾ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹെയർ ഞാൻ 2-3 ദിവസം മുന്നേ തന്നെ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ഒന്നും വാഷ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫേസിൽ ഞാൻ ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്തത്. അതിനുശേഷം എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയ കുട്ടി കുട്ടി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് ചെയ്യാറുള്ള പോലെ തന്നെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു, പൊട്ട് തൊട്ടു. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ എൻ്റെ ഹെയറും നല്ല സ്പെഷ്യൽ ആയിട്ടിരിക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടീഷ്യനാണ് ദീപ്തി. അപ്പോൾ ദീപ്തിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ ഹെയർ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹെയറിന്റെ ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു. അതിനുശേഷം എൻ്റെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചേച്ചിയുടെ ഹെയർ സെറ്റ് ചെയ്യാനായിട്ടാണ് ഇരുന്നത്. അപ്പം നമ്മുടെ ദീപ്തി വീട്ടിൽ വന്നിട്ടാണ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അക്ഷയ് എണീച്ചു, അവൻ ദാ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ സാരി എടുത്തു. സാരി നമ്മൾ തലേദിവസം തന്നെ എൻ്റെ സാരിയും ചേച്ചിയുടെ സാരിയും അമ്മയുടെ സാരിയും ഒക്കെ നമ്മൾ ഫ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാരി ഉടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ നന്നായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഹെവി ആയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡൗട്ട് ഞാൻ ചേച്ചിയോട് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു അത്ര ഹെവി ഒന്നും ആയിട്ടില്ല, നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നേരെ നമ്മൾ നമ്മുടെ മേമയുടെയും പാപ്പൻ്റെയും വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ഇവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ കല്യാണ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അനിയൻ്റെ കല്യാണമാണ്, ആകാശിൻ്റെ. അവിടെ ചെന്നപ്പോൾ അതാ നമ്മൾ ഇതുപോലെ തന്നെ കാരണന്മാരേത്, അതായത് നമ്മുടെ മൂത്ത ആൾക്കാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ആകാശിൻ്റെ ചേച്ചിയും അളിയനുമാണ്. അപ്പോൾ അവരുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പാപ്പൻ, മേമ, അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 7:30 കൂടിയിട്ട് നമ്മൾ താലി കെട്ടാനായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് കല്യാണ ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവർ പറയുന്ന പോലെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവരുടെ അനുവാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി. അമ്പലത്തിലായിരുന്നു താലികെട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നേരെ നമ്മൾ പെൺകുട്ടിയുടെ തറവാട്ട് വക ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ വെച്ചിട്ടാണ് താലികെട്ടും അതുപോലെയുള്ള ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. താലികെട്ടിൻ്റെ സമയത്ത് പെൺകുട്ടി സെറ്റുമുണ്ടും അതുപോലെ തന്നെ ബ്ലൗസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ബ്രാഹ്മൺ സ്റ്റൈൽ ലുക്കായിരുന്നു ആ ഒരു സമയത്ത് പെൺകുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല കിടിലനായിട്ടുള്ള ഒരു ലുക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. താലികെട്ടിന് സമയം രാവിലെ അതിനേരത്തെ ആയതുകൊണ്ട് തന്നെ ഞാനും അക്ഷയും മാത്രമാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നേരെ ഡയറക്റ്റ് ഓഡിറ്റോറിയത്തിലേക്ക് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എത്തിയതും കുറച്ച് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മളോട് പോസ്റ്റ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി ഇനി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ലുക്കിൽ ആണ് വരുന്നത്. അപ്പോൾ അതുവരെയുള്ള ഒരു വെയിറ്റിംഗ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ബന്ധുക്കളും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഒക്കെ ഓഡിറ്റോറിയത്തിൽ വരാനായിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 9:30-10 മണിയോട് കൂടിയിട്ടാണ് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ ചെക്കനെ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ ഭാഗത്തുള്ളവരൊക്കെ ചെക്കൻ്റെ ബാക്കിലായിട്ട് നിൽക്കുക, അതായത് ചെക്കൻ്റെ ബാക്കിലായിട്ട് നിൽക്കുക. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ചെക്കനെ സ്വീകരിച്ച് കൊണ്ടുപോകുക. വിളക്കും നിറയും കാര്യങ്ങളൊക്കെ വെച്ച് താലൊക്കെ വന്ന് അങ്ങനെ സ്വീകരിച്ച് കൊണ്ടുപോയി സ്റ്റേജിൽ ഇരുത്തുന്നതാണ് ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മയാണ് പൂവും അരിയൊക്കെ തലയിൽ എറിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ഇട്ടിട്ട് സ്വീകരിക്കുക. സാധാരണ അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു തൃശ്ശൂർ ഭാഗത്തെ കല്യാണങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ചെക്കനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തി. പിന്നെ നമ്മൾ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചെക്കൻ്റെ വീട്ടുകാരാണ് പോവുക. അവർ പോയി നേരെ പെൺകുട്ടിയെ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ഓൾറെഡി താലികെട്ട് നമ്മൾ തറവാട്ട് വക ക്ഷേത്രത്തിൽ നടത്തിയ കാരണം കൊണ്ട് തന്നെ ഇവിടെ അധികം വലിയ ചടങ്ങുകളും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പൂമാല ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബൊക്കെയൊക്കെ ഒന്ന് കൊടുത്ത് അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി ആദ്യം തന്നെ സ്റ്റേജിലേക്ക് കയറി 3 പ്രാവശ്യം വലം വയ്ക്കുകയാണ്. അതിനുശേഷം ആൾക്കാരെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിനുശേഷമാണ് ജസ്റ്റ് പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ റിലേറ്റീവ്സും എല്ലാവരും സ്റ്റേജിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ആ ഒരു ഫംഗ്ഷനിൽ നടക്കുന്ന പരിപാടികൾ കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സാരിയും അതുപോലെ തന്നെ കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്.
കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെയും ചേച്ചിയുടെയും സാരി എന്ന് പറയുന്നത് ജസ്റ്റ് കളർ ചേഞ്ച് ആണ്. എനിക്ക് പച്ചയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് റെഡ് ആയിരുന്നു ബ്ലൗസും, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കല്യാണിയുടെ കോസ്റ്റ്യൂം കേട്ടോ. അപ്പോൾ ഞാനും കല്യാണിയൊക്കെ ഏകദേശം ഒരു മാച്ചിൽ പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് തയ്പ്പിച്ചിട്ടുള്ള ഒരു പട്ടുപാവാടയാണ്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് എത്തി. കല്യാണങ്ങൾക്ക് മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് സദ്യയാണ്. അപ്പോൾ സദ്യ കഴിക്കാനായിട്ട് ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചോറ് വിളമ്പി അതിലേക്ക് സാമ്പാർ ഒഴിച്ചു. പിന്നെ അങ്ങനെ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ കൂട്ടി നല്ല കിടിലനായിട്ടുള്ള സദ്യ കഴിച്ചു. അവസാനം 2 തരം പായസം ഉണ്ടായിരുന്നു, പാലട. അപ്പോൾ ആദ്യം കഴിച്ചത് പാലടയാണ്, അതിനുശേഷം പിന്നെ കഴിച്ചത് പഴം പായസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് പഴം പായസം കഴിക്കുന്നത്. എന്തായാലും പഴം പായസം കുഴപ്പമൊന്നുമില്ല, പക്ഷേ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത് പാലട തന്നെയാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കല്യാണ പെൺകുട്ടിയുടെ പേര് അഞ്ജന എന്നാണ്. അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോരുകയാണ്. ഇനി ചെക്കൻ്റെ വീട്ടിലാണ് റിസപ്ഷനും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. എന്തായാലും 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് പറ്റി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും ഇപ്പോൾ എബ്രോഡാണ്, ജോലി സംബന്ധമായിട്ട് അവർ അവിടെയാണ്. എന്തായാലും രണ്ടാൾക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നൽകുകയാണ് അവർക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.